ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായി നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശനിയാഴ്ച 7 ഫെബ്രുവരി 2026, ഈ മാസത്തെ 7-ാമത്തെ ദിവസം. ഈ വർഷത്തെ 38-ാമത്തെ ദിവസം കൂടി ആണ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല എന്ന് ആര് അറിയുന്നു? ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല എന്ന് ആര് അറിയുന്നു? ഒരു വിശ്വാസി ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു വിശ്വാസിക്ക് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിനായി നാം ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എവൻഗലിസ്റ്റിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. സാധാരണക്കാരിയിലൂടെ അസാധാരണ കാര്യങ്ങൾ ചെയ്യുക, അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ സാധാരണക്കാരെ തിരഞ്ഞെടുക്കുക, മാനവചരിത്രം പരിശോധിക്കുമ്പോൾ തിരിച്ചറിയുന്ന ചില സത്യങ്ങളാണ് ഇത്. കന്യമറിയാമിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന കാര്യവും ഇത് തന്നെയാണ്. സാധാരണക്കാരിയായിരുന്ന മറിയ, പക്ഷേ സ്വർഗീയമായ നിയോഗം ഏറ്റെടുക്കുവാൻ സാധാരണക്കാരിയായ മറിയയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ദൈവദൂതന്റെ വന്ദനം കേട്ട് മറിയ പരിഭ്രമിച്ചു പോകുന്നുണ്ട്. അവതാര ചരിത്രത്തിൽ പങ്കാളിയാകാൻ ക്ഷണിക്കപ്പെടുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ ഭയപരവേശമാണ് നാം ഇവിടെ ഈ അവസരത്തിൽ കാണുന്നത്. കാരണം ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ, അതും റൂമിൽ ഒരു മാലാഖ വന്ന്, ഗബ്രിയേൽ മാലാഖ വന്ന് അവളോട് പറയുമ്പോൾ ആരാണ് പരിഭ്രമിക്കാതിരിക്കുക? അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പുരുഷനെ അറിയായതുകൊണ്ട് ഇത് എങ്ങനെ സംഭവിക്കും എന്ന മറിയയുടെ ചോദ്യത്തിൽ പ്രകടമാകുന്നത് ആശങ്കകളുടേതായിരുന്ന മറിയയെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. തനിക്ക് ലഭിച്ച വലിയ നിയോഗത്തിന്റെ ഉത്തരവാദിത്വങ്ങളും നേരിടേണ്ടി വന്നേക്കാവുന്ന പഴികളും ഒറ്റപ്പെടലുകളും ആശങ്കകളും ഒക്കെ മറിയയുടെ മനസ്സിലൂടെ ആ നിമിഷം കടന്നുപോയി. ആ ആശങ്കകളെ പരിഹരിക്കുന്നതിനായിരുന്നു ദൈവദൂതന്റെ വാക്കുകൾ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആ വാക്കുകൾക്ക് മുമ്പിൽ മറിയയുടെ എല്ലാ ഭയവിഗ്വലതകളും മാഞ്ഞുപോയി. ദൈവദൂതന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്ന മറിയയാണ് പിന്നീട് നാം കാണുന്നത്. അതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അവൾ പറഞ്ഞു. സഭാപഞ്ചാംഗം അനുസരിച്ച് വർഷത്തിൽ 2 തവണയാണ് കന്യമറിയാമിനോടുള്ള അറിയിപ്പ് ധ്യാന വിഷയമാകുന്നത്. ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള മംഗളവാർത്ത കാലഘട്ടത്തിലും സുബേറോ വചനിപ്പ് പെരുന്നാളായ മാർച്ച് 25-നും ആണ്. ദൈവിക രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരിയാവാൻ സാധാരണക്കാരിയായ മറിയയെ ദൈവം തിരഞ്ഞെടുക്കുന്നതും അസാധാരണമായ പ്രവൃത്തികൾ അവളിലൂടെ ദൈവം നിറവേറ്റുന്നതും വായിക്കുമ്പോൾ സാധാരണത്തിന്റെ അസാധാരണത്വങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കുന്നു. നിയോഗ വഴികൾ എത്രമാത്രം വിസ്മരണീയമെന്ന് ഇവിടെ നാം പറഞ്ഞു പോകും. അന്നുവരെ മറിയുടെ ജീവിതത്തിൽ ആരും അധികം വില കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ ദൈവപുത്രന് പിറവി നൽകാനായി ദൈവം തിരഞ്ഞെടുത്തത് അവളുടെ ജീവിതത്തെയാണ്. ഇത് വലിയൊരു ദൈവ നീതി കൂടിയാണ്. തിരുവവതാര ചരിത്രത്തിലെ ഏറ്റവും വിസ്മരണീയമായ സംഭവവും ഇത് തന്നെയാണ് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ജൂത പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിലേക്ക് ദൈവപുത്രൻ വന്ന് പിറക്കുവാൻ തക്കവണ്ണം സ്വർഗം എളിമപ്പെടുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. ദൈവീക നിയോഗത്തിന്റെ കൃപയിലേക്കാണ് മറിയ ചരിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ സംഗതിയാണ് ദൈവകൃപ ലഭിക്കുക എന്നത്. മറിയ ആ കൃപ ലഭിച്ചവളാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കൃപയുടെ തണലിലൂടെ യാത്ര ചെയ്തവളാണ് മറിയ. എന്നിട്ടും എത്രയധികം സഹനങ്ങളിലൂടെയാണ് മറിയയ്ക്ക് കടന്നു പോകേണ്ടി വന്നത്. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന
പ്രതിസന്ധികളെ എങ്ങനെയാണ് നാം ഓരോരുത്തരും നേരിടേണ്ടത് എന്നുള്ളത് മറിയയുടെ ഈ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവകൃപയുടെ ഭാഗമാണെന്ന് മറിയ തിരിച്ചറിഞ്ഞതുപോലെ നാം ഓരോരുത്തരും നമുക്ക് കിട്ടുന്നതായ കൃപാവരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മറിയയെ പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ സംഹരിച്ചുകൊണ്ട് നാം അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. നമുക്ക് ദൈവം അറിയാതെ ഒരു കാര്യങ്ങളും സാധിച്ചു കിട്ടുകയില്ല എന്നുള്ളത് ഒരു നല്ല വിശ്വാസിക്ക് മനസ്സിലാകും. അപ്പോഴാണ് അവൻ ഏത് പരീക്ഷണങ്ങളും സ്വയം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നത്. വിനയവും സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധതയുമാണ് മറിയെ ദൈവീക വന്ദനത്തിന് അർഹയാക്കി തീർത്തിരിക്കുന്നത്. അവിടം മുതൽ ആരംഭിക്കുന്ന സഹനങ്ങൾ ഒരു ആയുസ് മുഴുവനും അവൾ കൂടെ കൊണ്ടു നടക്കുന്നുമുണ്ട്. ദൈവവൈതലിനെ കൈകളിൽ ഏറ്റുകൊണ്ടുള്ള ശിമയോന്റെ പ്രയോഗം ഓർമ്മിക്കൂ. ഹൃദയത്തിലൂടെ കടക്കുന്ന വാൾ. എല്ലാ സഹനങ്ങളെയും മറിയ അപാരമായ സ്നേഹത്തോടെ ഏറ്റുവാങ്ങി, പരാതികളില്ലാതെ സ്വീകരിച്ചു. ദൈവകൃപയുടെ വരപ്രസാദത്തോടെ ദൈവിക നിയോഗങ്ങൾക്ക് മുമ്പിൽ ശിരസ് കുനിച്ചു. സാധാരണക്കാരിയായ ഒരുവൾ എങ്ങനെ ദൈവീക നിയോഗങ്ങളെ ചോദ്യം ചെയ്യാതെയും വിസമ്മതം രേഖപ്പെടുത്താതെയും വിനയപൂർവ്വം സ്വീകരിക്കുന്നുവോ, അവിടെ അവളുടെ ജീവിതം അസാധാരണമായി മാറുമെന്നാണ് കന്യമറിയാമിൻ്റെ ജീവിതം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പിൽ അടിപതറരുത്, മടി പറയരുത്, ഒഴിഞ്ഞു മാറരുത്, സംശയിക്കരുത്. നാം ഒരിക്കലും സഹനശക്തിയോടുകൂടി അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുകയല്ലാതെ അതിന് വിസമ്മതം കാണിക്കരുത്. സംശയം ഒരിക്കലും ഊതിപ്പിക്കരുത്. നമുക്ക് ഈ സംശയത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 2 പേരുടെ കാര്യം ബൈബിളിൽ ഓർമ്മ വരും. സക്കറിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും. സക്കറിയ പുരോഹിതൻ്റെ അടുത്ത് അതിവിശുദ്ധ സ്ഥലത്ത് ഗബ്രിയേൽ മാലാഖ വന്നു നിന്ന് അവനോട് ആ ദൂത് അറിയിച്ചപ്പോൾ അവൻ സംശയിച്ചതിനാൽ അവന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കേവർക്കും അറിയാം. കുഞ്ഞ് ജനിക്കുന്നവരെ വരെ അവൻ സംസാരിച്ചില്ല. അവന് സംസാരശക്തി ഇല്ലാതെ പോയതോ അതോ അവൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടാഞ്ഞതോ ആർക്ക് അറിയാം? എല്ലാം ദൈവം മാത്രം അറിയുന്നു. ആ സക്കറിയ പുരോഹിതൻ മാത്രം അറിയുന്നു. നമ്മൾ ഒരു കാര്യം മാത്രം ഓർക്കുക. അതുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്ന ഒരു കാര്യത്തിന് മുമ്പിലും നമ്മൾ മടി പറയരുത്. ദൈവ കൃപയുടെ വരപ്രസാദവുമായി നിയോഗ വഴികളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണക്കാരായ നമ്മിലൂടെ ദൈവം അസാധാരണവും വലുതുമായ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതം കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ളതിന് 2 അഭിപ്രായം ആർക്കും ഉണ്ടാകുകയില്ല. ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല എന്ന് ഒരു വിശ്വാസിക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ. കാരണം ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുകയും സ്വയം അവൻ താൻ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരുവന് ദൈവത്തിൻ്റെ ശക്തിയും അവൻ കെടുത്തിട്ടുള്ളതായ കൃപാവരങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.